പക്ഷേ ഈ ഗണേഷ് കുമാറിനെതിരെ ഈ അടുത്ത കാലത്ത് വന്നത് ചില്ലറ വിവാദങ്ങളൊന്നുമല്ല. 500 പ്രണയം ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജയിക്കും, പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ തോറ്റ് തുന്നം പാടി. ഈ പിണറായിയുടെ മറ്റൊരു പതിപ്പാണോ, ഇപ്പൊ ഗതാഗത മന്ത്രിയൊക്കെ നല്ല രീതിയിലായിരുന്നു, പക്ഷെ പിണറായിയുടെ മറ്റൊരു പതിപ്പാണോ ഗണേഷ് കുമാർ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു അഹങ്കാരവും ഒരു തൻ്റെയുടെ പൂർണ്ണമായ വർത്താനവും ഒക്കെ പലപ്പോഴും പലർക്കും അത്ര അങ്ങ് രസിക്കുന്നതല്ലായിരുന്നു. ഇപ്പോ സുകുമാരൻ നായരുടെ വലം കൈയും ഇടം കൈയും തലയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്ന ഒരാളായിരുന്നു ഗണേഷ് കുമാർ. അത്രമാത്രം സുകുമാരൻ നായർ ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു. ഇപ്പോൾ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഗണേഷ് കുമാറിനെ എന്നതാണ്. അതും അഴിമതിയുടെ പേരിലാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഈ സോളാർ വിഷയത്തിലൊക്കെ ഗണേഷ് കുമാറിന്റെ പേരുകൾ പലതവണ ഈ അടുത്ത സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ മനഃപൂർവ്വമാണ് ആ പേര് എഴുതി ചേർത്തത് എന്നൊക്കെ പറഞ്ഞ് ഗണേഷ് കുമാറിന് എതിരെ പലരും പിന്നെ മൊഴികളൊക്കെ നൽകിയതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? ഗണേഷ് കുമാറിനെ നമ്മൾ അങ്ങനെ എഴുതി തള്ളാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞ പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ, അതാണ് അദ്ദേഹം. അത് കാരണം അദ്ദേഹമായിട്ട് നിർമ്മിച്ച ഒരു ഇതല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ള നിർമ്മിച്ച ഒരു സാമ്രാജ്യം, അതിനകത്തെ ഒരു രാജാവാണ് ഗണേഷ് കുമാർ. പക്ഷേ രാജാക്കന്മാർക്കും കാലിടറും. അങ്ങനെ ഒരു ഇടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. കാരണം പത്തനാപുരത്ത് ഗണേഷ് കുമാർ തോറ്റെന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം അതിന് മാത്രം കാര്യങ്ങൾ അദ്ദേഹം ഈ ലൈംഗിക മേഖലകളിൽ നിർവഹിച്ചിട്ടുണ്ട്. 500 പ്രണയം എന്ന് പറയുന്നത് ഏതു തരത്തിലും ആളുകൾ എന്ത് ചെയ്യും, വ്യാഖ്യാനിക്കും. അപ്പോൾ അത്രമാത്രം സ്ത്രീകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും അതിലുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിൻ്റെ ഇമേജിനെ തകർത്ത് തരിപ്പണമാക്കിയത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ ജയിപ്പിക്കേണ്ട എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചാൽ അതും നല്ല തീരുമാനമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ആ തീരുമാനമാണ് അവിടെ നടപ്പിലായത്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഗണേഷ് കുമാറിൽ അങ്ങനെ സാധാരണ രീതിയിൽ ആരും ആരോപിക്കാത്ത ഒരു പ്രശ്നമാണ്. അയാൾ അഴിമതി നടത്തി പണം എന്നത് ഗണേഷ് കുമാറിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരിക്കലും വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവരുടെ തറവാട്ടുമുറ്റത്ത് പല ആനകളെയും കെട്ടിയിട്ടിരുന്നതാണ് എന്ന കാര്യം നമുക്കറിയാവുന്നത്. ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ആനകളെ കെട്ടാൻ ശേഷിയുള്ള അവർക്ക് അങ്ങനെ അഴിമതി നടത്തേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ പത്മക്കഫുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായി? ഗണേശനായി എന്നാണ് ഞാൻ കണക്കാക്കുക. 4 കോടി രൂപയുടെ അല്ലേ, 4 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ചേർത്ത് വെച്ച് അദ്ദേഹത്തെ പുറത്താക്കി. അതാണ് യഥാർത്ഥം സംഭവിച്ചത്. ഈ നായന്മാർ തമ്മിലുള്ള തല്ലുപിടുത്തമായിട്ടാണ് നമുക്കതിനെ കണക്കാക്കുക. സുകുമാരൻ നായരുടെ പ്രിയപുത്രനാണെന്നുള്ളത് ശരിയാണ്. അതെവിടെ? അത് പെരുന്നയിലാണ്. പക്ഷെ പത്തനാപുരത്തെ ആളുകൾ ഗണേഷ് കുമാറുമായിട്ട് കലമ്പല്ലായി. മുമ്പ് അങ്ങനെ സംഭവിക്കാറില്ല. അയാളുടെ ഒപ്പം നിൽക്കുന്നവരാണ് മുഴുവനാൾ. ഇപ്പോൾ കലമ്പലുണ്ടായി, അലമ്പായി. അങ്ങനെ എന്ത് ചെയ്തു? അവർ രാജിവെച്ച് പോയി. അങ്ങനെ പത്തനാപുരത്ത് NSS യൂണിയൻ എന്ന് പറയുന്നത് ഗണേഷ് കുമാറിൻ്റെ നല്ലതായി മാറി. അങ്ങനെ അയാൾ പുറത്തായപ്പോഴും ഇവരെന്ത് ചെയ്തു? ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തിനെ എടുത്ത് മാറ്റി. ഇത് അദ്ദേഹത്തിന് വലിയ നഷ്ടമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം NSSൻ്റെ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടിലാണ് ഈ വിജയങ്ങളെല്ലാം അദ്ദേഹം നേരത്തെ നേടിയെടുത്തിരുന്നത്. ഇവിടെ തോറ്റുപോകുന്നതിൽ പ്രണയ സംബന്ധമായ കാര്യങ്ങളുടെ ഒരു കാഴ്ചപ്പാടും പ്രശ്നങ്ങളൊക്കെ പൊതുസമൂഹത്തെ ബാധിച്ചിരിക്കാം. പക്ഷേ ഈ നായർ സമുദായത്തിനകത്തുണ്ടായ സ്പ്ലിറ്റാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമായി മാറിയത് എന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം മറ്റതെന്നും ഗണേഷ് കുമാറിൻ്റെ ചുറ്റും കുറേ പെണ്ണുങ്ങളിങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. അതിൻ്റെ വാർത്തകളൊക്കെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അതിൻ്റെ പേരിലൊന്നും അദ്ദേഹം നേരത്തെ തോറ്റിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് 500 പ്രണയം ഉണ്ടായിരുന്നു ഒക്കെ പറയുന്നത്.
പക്ഷേ ഇതങ്ങനെയല്ല. ഉം. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ബാലകൃഷ്ണപിള്ളയും അവിടെ തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായ സമയത്താണ്. NSSൽ ഉണ്ടാകുന്ന സംഘർഷമാണ് ഈ അച്ഛനെയും മകനെയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ പലപ്പോഴും മനസ്സിലാവാത്തത് മാഷിനെ കാണുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, എന്താ ഈ ഉമ്മൻചാണ്ടിയുമായുള്ള ഗണേശിൻ്റെ ഈ പ്രശ്നത്തിന് പിന്നിൽ? അതൊക്കെ തികച്ചും പൊളിറ്റിക്കലായിരുന്നു എന്ന് തന്നെയാണ് അന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. വ്യക്തിപരമായിട്ട് അവർക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടിയുടെ കുടുംബം മൊത്തമായിട്ട് ചാമക്കാലയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങി. മകൾ മറിയ ഉമ്മൻ അവിടെ താമസിച്ച് തോപ്പിച്ചു ഇയാളെ. കാരണം അച്ഛനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് അവരാ കുടുംബം എന്ത് ചെയ്യുന്നത്? ഗണേഷിനെതിരെ പ്രവർത്തിക്കാനായിട്ട്. ചാമക്കാല വളരെ കൃത്യമായിട്ട് അത് ആസൂത്രണം ചെയ്യുകയും അത് ഫലപ്രാപ്തിയിലെത്തിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സോളാർ വിവാദമൊക്കെ കത്തുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി വളരെയേറെ ദുഃഖിതനായതും ഒരുപക്ഷെ അദ്ദേഹം ക്രൂശിക്കപ്പെട്ട ഒരു സമയമൊക്കെയാണ്. പിന്നീട് ആ പേര് എഴുതി ചേർക്കാൻ പറഞ്ഞതാണ് ഗണേഷ് കുമാർ എന്നൊക്കെ തരത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്കറിയില്ല. അത്തരത്തിൽ ആദ്യം ഗണേഷ് കുമാർ ഈ കോൺഗ്രസിനൊപ്പമായിരുന്നില്ലേ? പിന്നീടല്ലേ CPM-നോടൊപ്പം വന്നത്. അപ്പൊ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയാണ് തന്റെ വളർച്ചയ്ക്ക് വിലങ്ങ് തടിയൻ, അങ്ങനെയാണോ ഗണേഷ് കുമാർ ഇത്തരം ഒരു നിലപാട്? പൊതുവേ ഈ ഗണേഷ് കുമാറിന്റെ കാര്യം പറയുമ്പോൾ ഈ KSRTC ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നതൊക്കെ ഒരു അഴിച്ചുപണിയൊക്കെ നടത്തിയത് അദ്ദേഹമാണ്. മികച്ച ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ. പക്ഷേ ഇത്തരം ചില തരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അല്ലേ? അല്ല, കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരിൽ ഒരാളായിരുന്നു അതിനൊന്നും തർക്കമില്ല എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്. 500 പെണ്ണുങ്ങളെ മാറ്റി നിർത്തിയാൽ അതെ, അത് വേറെ വിഷയമാണല്ലോ. അത് വിഷയമാണല്ലോ. അത് പെണ്ണ് വിഷയമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വരുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പക്ഷേ എന്ത് ചെയ്യും? നിരന്നിക്കും. അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. അതിനെയൊക്കെ നമുക്ക് ആനവണ്ടിയിട്ട് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അതിങ്ങനെ സംഭവിച്ചത്. അത് രൂക്ഷമായുള്ള കാരണം അത് തന്നെയാണ്. ഗണേഷ് കുമാർ വിചാരിച്ചത് അതൊന്നും പ്രശ്നമാവില്ല എന്നാണ്. പക്ഷെ അത് വളരെ അധികം പ്രശ്നമായി തീർന്നു. ആ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കി മാറ്റിയത് ഉമ്മൻചാണ്ടിയോടുള്ള സമീപനമായിരുന്നു. സരിത നായരുടെ പ്രവേശനം, ആ സരിതയായിട്ട് ഇയാൾക്കുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഏതാണ്ട് മഞ്ഞപ്പുസ്തകത്തിൽ എന്ന വല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അതാണ് പ്രശ്നം. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗണേഷിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചിലപ്പോൾ ഗണേഷ് കുമാറിന് തിരിച്ചു വരാൻ പറ്റിയ ആളുകളൊക്കെ മറക്കൂലോ. അപ്പോൾ മാഷ് പറയുന്ന 5 വർഷം കഴിഞ്ഞ് CPM അധികാരത്തിൽ വരുമെന്നല്ലേ അതിന്റെ അർത്ഥം? CPM അധികാരത്തിൽ വരും എന്നല്ല, ഗണേഷ് കുമാറിന് വേണമെങ്കിൽ പത്തനാപുരത്ത് തിരിച്ചു വരാനുള്ള അതെ, അല്ല മന്ത്രിയാകാൻ ഇനി ഇടതുപക്ഷ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഇവന്മാരെങ്ങനെയാണ് 5 വർഷം ഭരിക്കണമെന്നനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇടതുപക്ഷത്തിന്റെ വരവും പോക്കൊക്കെ തീരുമാനിക്കും. അല്ല, പോക്കി മുഖ്യൻ ഭയങ്കരമായി എല്ലാവരും ഇങ്ങനെ കയ്യിലെടുത്തോട് പോകുന്നുണ്ട്. തുടക്കം പുത്തനച്ച് വിരപ്പുറം തൂക്കുന്നത് പോലെയാണോ? അല്ല, അത് നമുക്ക് ഒരിക്കലും നമ്മളങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഈ ഗവൺമെൻറ് തുടരില്ല എന്ന് പറയുന്നത് ശരിയല്ല, തുടരും എന്ന് പറയുന്നത് ശരിയല്ല. അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പൊതുവേ നമുക്കറിയാമല്ലോ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വോട്ടിങ്ങിന് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭരിക്കുന്നവർ സൂക്ഷിക്കുക. അതെ.